അക്ഷയ കേന്ദ്രത്തിൽ നിന്ന് കൊടുക്കണ എല്ലാ സർവീസും ഞാനിവിടെ ചെയ്തു കൊടുക്കുന്നുണ്ട്. പിന്നെന്താണ്, നമുക്ക് അംഗീകാരമൊന്നും ഉണ്ടായിട്ടല്ല, ചെയ്യാനും പാടില്ല. അതൊരു രഹസ്യമാണ്. അത് ജീവൻ രക്ഷാ സൈറ്റ് ഹാക്ക് ചെയ്യും. പിന്നെ അക്ഷയ കേന്ദ്രക്കാരുടെ ID രഹസ്യമായിട്ട് ഉപയോഗിച്ചിട്ട് വേണം നമ്മളിതിൽ കയറി സർട്ടിഫിക്കറ്റ് എടുത്ത് കൊടുക്കണം. പിന്നെ പാസ്പോർട്ട് റിന്യൂ ചെയ്യുക, ആധാർ കാർഡ് എടുക്കുക, പാൻ കാർഡ് തിരുത്തുക, എല്ലാ സംവിധാനം ചെയ്ത് കൊടുക്കും. നീ ആളെ പറഞ്ഞു വിട്ടോ. വാല്യൂ ഒക്കെ അത് തന്നെ. പിന്നെ നമുക്ക് അതിൻ്റെ അതോറിറ്റി അല്ല. ഇങ്ങനെയൊക്കെ ചെയ്തില്ല. ഇപ്പോൾ കൂണ് പോലെ അക്ഷയ കേന്ദ്രം വന്നേക്കണോണ്ട് നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റില്ലെന്ന്. സ്റ്റാഫിൻ്റെ ശമ്പളം, കറണ്ട് കാശ്, ഇവിടെ ഓഫീസിൻ്റെ വാടക, ഇതൊക്കെ കൊടുക്കണ്ടേ? എന്തുണ്ണി, ഞാൻ 2 ആളെ കൊണ്ടുവന്നിട്ടുണ്ട്. ആണോ? എന്തിനു വേണ്ടിയിട്ടാണ്? അവർക്ക് പെൻഷന്റെ മാസ്റ്ററിംഗ് സർട്ടിഫിക്കറ്റ് ആ സാധനത്തിന് വേണ്ടിട്ട് കൊടുക്കാലോ. വരാൻ പറ. അതെ, അവർക്കൊരു സംശയം. ഇത് അക്ഷയ സെന്ററിൽ എല്ലാം ആവുമല്ലോ, ഇപ്പൊ ആര് കമ്പ്യൂട്ടർ സെന്ററിൽ ആവുമോ ഒരു സംശയം. ഞാളെ ക്യൂ നിന്നിട്ട് പ്രാന്തായി. അപ്പൊ തന്നെ ഇങ്ങോട്ട് വന്നു. അവർ 12 ആളെ കൊണ്ടുവരാ. വേറെ കാര്യം സ്പോട്ടിൽ കൊടുക്കാം. നീ അവരെ പറഞ്ഞു വിട്ടിട്ട് നീ അങ്ങോട്ട് പോയിക്കോ. ആയിക്കോട്ടെ, ചില്ലറ തന്നെ. അതെല്ലാരും വരട്ടെ. വൈകുന്നേരം കണക്കൂട്ടിയിട്ട് തരാന്ന്. അതാണ് പ്രശ്നം. ആള് പറഞ്ഞു അവരെന്തിനാ പറഞ്ഞതെന്ന് നോക്കട്ടെ. ഈ ജാതിയാണ് കൂടെ നിൽക്കുന്ന ആളുകൾ. നീ പോയിക്കോ. നീ അവരെ വിളിച്ചോ. പോയിക്കോ. ഇത് ഞാൻ ക്ലിയർ ചെയ്തോളാം. ഇരിക്കും. പെൻഷന് മസ്റ്ററിങ് ചെയ്യാൻ വേണ്ടിട്ടല്ലേ? അതുണ്ടെങ്കിലേ പെൻഷൻ കിട്ടുള്ളൂ എന്ന് പറഞ്ഞു. അതേ ഉള്ളൂ. ഇതിപ്പോ നമ്മളെല്ലാ സൗകര്യവും ഇവിടെ ചെയ്തു കൊടുക്കുന്നുണ്ട്. ആളുകൾക്ക് വിശ്വാസം പോലെ എല്ലാവരും അക്ഷയ സെന്ററിന് മുമ്പിൽ പോയി മാവേലി സ്റ്റോറിൽ ഇങ്ങനത്തെ തിരക്കില്ല. ഒരു കാര്യമില്ല. അതിന്റെ നമുക്കും ചെയ്തു കൊടുക്കായേ. പിന്നെ ആ പരിസരത്തുള്ള ആളുകളോട് പറഞ്ഞു തരേ. നമ്മൾ എന്ത് സംവിധാനം ഇവിടെ വന്നാലും ചെയ്തു കൊടുക്കും. ആധാർ കാർഡ് ഉണ്ട്. കോപ്പി മതി. എന്റെ അനുജനാതേ ഉള്ളോണ്ട് എന്റെ ഇപ്പൊ കൊറേ കാര്യങ്ങൾ നടക്കണേ. 10 പൈസ കയ്യിലില്ല മോനത് കിട്ടാത്ത കാരണേ. അതുകൊണ്ടാണ് എന്റെ ഒരുവിധപ്പെട്ട കാര്യങ്ങളൊക്കെ നടക്കുന്നത്. എന്താ ചെയ്തേച്ചാ ജോലി? ഞാൻ ലോഡിങ്ങിലായിരുന്നേ. ആവുന്ന കാലത്തൊക്കെ നല്ലോണം അധ്വാനിച്ച ഒരാൾ തന്നെയാണ്. 2 കുട്ടികളുണ്ടായിരുന്നു. കല്യാണം കഴിച്ചു വിട്ട് പെൺകുട്ടികളുടെ. അവറ്റ തിരക്കടിൽ അങ്ങനെ ജീവിക്കണ്ട്. പഴയ കാലത്തൊക്കെ ഒരു ഉക്കൊണ്ട് ഒരു കോളത്തോളത്തി 100 കിൻഡില് സാധനങ്ങൾ പുറത്തേക്ക് തട്ടി മാറ്റിയായിരുന്ന ആളാ ഞാൻ. നിങ്ങളൊക്കെയാണ് അർഹതപ്പെട്ടവര് പെൻഷൻ വാങ്ങാനേ. അതിന് അവിടെ ഇവിടെ നിൽക്കേണ്ട കാര്യമില്ല. ആയ കാലത്ത് അധ്വാനിച്ചല്ലേ. എത്ര കാലം നിങ്ങൾ രാജ്യത്തിന് വേണ്ടി പണിയെടുത്ത്. ഇത് ഞാൻ ഇപ്പൊ ക്ലിയർ ചെയ്ത് തരാം. ഒരു 200 രൂപ അതിന്റെ ഫീസ് വരും. തന്നില്ലേ? ഇതിപ്പോ നിർത്തുന്ന കഷ്ടപ്പെടുത്താതെ ഇപ്പൊ തന്നെ തരായേ. കാര്യം ഞാനിപ്പോ ഇതിന്റെ ഡീറ്റെയിൽ അടിച്ചിട്ടെ മസ്റ്ററിങ് ചെയ്ത് തരാം. അപ്പൊ ഞങ്ങള് ബാങ്ക് പോയാൽ മതി. ഇന്ന് പോകണ്ട, നാളെ പോയിക്കോ. നാളെ പെൻഷൻ കിട്ടും. എന്തേലും ആവട്ടെ, ഇനിയിപ്പോ നാളത്തെ കൂടി കാത്താ മതി. ഇത് നമ്മ എന്താ MBBS സർട്ടിഫിക്കറ്റ് വരെ ഞാൻ കൊടുത്തിട്ട് ഇവിടെ, ഡോക്ടർ സർട്ടിഫിക്കറ്റ് വരെ കൊടുത്തിട്ട് ഇവിടെ. പിന്നെ ഗൾഫിലൊക്കെ പോവാനേ എത്ര പേര് വലിയ വലിയ ആശുപത്രിയിൽ ചികിത്സ കിട്ടും. ഇവിടുന്ന് പാടാണ്. വേറെ രാജ്യത്തിന്റെ, ഇന്ത്യയുടെ എല്ലാ തകരാറും ഞാൻ ഉണ്ടാക്കും. വന്നോ? ഓട്ടത്തിന്റെ കാശ് എന്താ? ഓട്ടത്തിന്റെ കാശ് അതെ. എന്താ വെച്ചാല് ആ സാമൂഹ്യ പെൻഷന്റെ കായ് കിട്ടിയില്ല മാനെ. അത് കിട്ടിയിട്ട് അങ്ങനെ തരാച്ചിട്ടാണ് എനിക്ക്. പെട്രോൾ അടിക്കാൻ കാശ് കൊടുക്കണ്ടേ? എനിക്കത് കൊടുത്താലേ പറ്റുള്ളൂ, അല്ലാണ്ട് വഴിയില്ല. ഞാൻ ഉണ്ടല്ലോ ചോദിക്കണേ. അതെ മോനെ, ഞാൻ പറഞ്ഞില്ല ഇപ്പൊ ഈ പെൻഷൻ കായ് കിട്ടാണ്ട് ഞാൻ എവിടെ നിന്ന് എടുത്ത് തരണം? ഇജ്ജ് ആലോചിച്ച് നോക്കാ. ഒരു അല്ലറ ചില്ലറ കാര്യങ്ങൾക്കും കൂടി ഇന്ത്യയിൽ കായില്ല. ഞാനിപ്പോൾ അതാ ഈ പട്ടൊക്കെ വീണ് കിടക്കണമൊക്കെ പെറുക്കി കൂട്ടി അതുകൊണ്ട് ചൂലുണ്ടാക്കിയിട്ട് ഈ അയൽപക്കത്തൊക്കെ കൊടുത്ത ഒരു 10-25 ഉറുപ്പ്യ വെച്ച് കിട്ടുമല്ലോ വെച്ചിട്ട് അതിന് നിൽക്കുക. അപ്പോൾ
അതിപ്പോ 3-4 പ്രാവശ്യമായി ഇപ്പൊ പോണു. ഓരോ കാര്യങ്ങൾ പറഞ്ഞിട്ട് അവർക്ക് അതിന്റെ എന്തോ ഒരു ഇത് ശരിയായിട്ടില്ല. എനിക്ക് ചൂലുണ്ടാക്കാൻ അറിയില്ലല്ലോ അക്ക. ഇല്ലെങ്കിൽ ഞാൻ അത് ചെയ്തേനെ. എനിക്കിപ്പോ പെട്രോൾ അടിക്കാൻ എന്താ വഴി? അത് താര ഇജിന്നെ കൊണ്ടുപോയൊക്കെ അറിയാം. ഇന്നെ പൊന്നുപോലെ നോക്കി ഇന്നെ കൊണ്ടുവന്ന ഒരാളാണ്. എനിക്ക് കായ് തരണ്ട തന്നെയാണ്. ഇപ്പോ എന്താ ചെയ്യാ ഞാന്? മൊയ്തോ അതേക്കാ അതെ, ആ കുട്ടിയുടെ മറ്റേ വണ്ടിയുടെ കായ് ഓർത്തില്ല, ഓട്ടോറിക്ഷ കായേ. അന്ന് പോയിട്ട് അപ്പൊ അത് ആ പെൻഷൻ കായ് കിട്ടാത്ത കാരണം ഇതൊന്നും നടക്കണില്ല. ഹലാക്ക് മോനെ ബാവേ, ആ പെൻഷൻ കിട്ടിയിട്ട് തരൂടോ. ഇക്ക പമ്പില് കാശ് കൊടുക്കണ്ടേക്കാ. അല്ല അത് നേരാണ്. എന്താ അറിയോ, അത് കിട്ടത്തിരി താമസമുണ്ട്. നാളെ മറ്റന്നാളായിട്ട് കിട്ടുന്നില്ല, അങ്ങോട്ട് തരാം. അപ്പൊ അത് തരൂ. എനിക്കേ തരാത്. എന്താ അറിയോ, എൻ്റെ മസ്റ്ററിങ് ഒക്കെ ഇപ്പൊ കഴിഞ്ഞ്. മസ്റ്ററിങ് കഴിഞ്ഞിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് അപ്പൊ അതിന്റെ കായ്പന്നെ കിട്ടും. അപ്പൊ എനിക്ക് തരാട്ടോ. ആഹാ, അപ്പൊ നിങ്ങൾ എന്നെ അറിയിക്കാണ്ട് മസ്റ്ററിംഗ് ഒക്കെ വേറെ ഓട്ടോ പിടിച്ച് ദൂരെ പോയില്ലേ? തൊട്ടടുത്തുള്ള ഓട്ടോ ഒക്കെ എന്നെ കടം പറഞ്ഞ് വിളിച്ചോണ്ട് പോയിട്ട്. എടാ മസ്റ്ററിങ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ മയ്യത്തായിട്ടില്ല എന്ന് തെളിയിക്കുന്ന ഒരു പേപ്പർ കൊടുക്കണം അവിടെ. എന്നാലാണ് എനിക്ക് പെൻഷൻ കിട്ടുള്ളൂ. കുറെ കാലം കഴിയുമ്പോൾ അത് ചെയ്യണത്രേ. അതാണ് മസ്റ്ററിങ്. നിങ്ങളത് നുണയാക്കാ പറയണം. നിങ്ങൾ ജീവനോടെ എന്റെ മുമ്പിൽ നിൽക്കുമല്ലേ? അത് പനക്ക് മനസ്സിലാവും, മറ്റുള്ളവർക്കൊക്കെ മനസ്സിലാവും. ഇത് ഉദ്യോഗസ്ഥന്മാർക്ക് മനസ്സിലാവേണ്ട മാനെ. അതാണ് ഈ വൈകണത്. അല്ലാണ്ട് എൻ്റെ കായ് ഇപ്പൊ ഞാൻ തരാണ്ടിരിക്കുക. കുട്ടി എന്താ പറയണേ? എടാ പൈസ നാളെ മറ്റന്നാളെ തരാ. കോയക്ക അവിടെ ഉണ്ട്, ഞാനിവിടെ ഉണ്ട്. നമ്മൾ എവിടെയും പോണില്ല. എനിക്കറിയേക്കാ, നിങ്ങൾക്ക് അറിയാന്നുള്ളല്ലേ ഈ പുള്ളിക്കാരനെ ഞാൻ എങ്ങനെയാ കൊണ്ടു നടക്കണേന്ന്. ഒരു സാധാ ഒരു ഓട്ടോ ആളാണെന്നുണ്ടെങ്കിൽ ഞാൻ കൊണ്ടാക്കിയിട്ട് തിരിച്ചു വരാം. പുള്ളിയെ കുഞ്ഞിനെ കൊണ്ടുപോകും പോലെ കൊണ്ടാക്കുക, വെയിറ്റ് ചെയ്യുക, തിരിച്ച് അതേപോലെ വീട്ടിൽ കൊണ്ടാക്കുക. അറിയാന്നുള്ള കാര്യമല്ല. അറിയാം മോനെ, അത് അറിയാനോ. അതുകൊണ്ടല്ല അന്നെ തന്നെ വിളിക്കണ ഓട്ടത്തിന്. വേറെ ആരും വിളിക്കില്ലല്ലോ. ഈ 2 ദിവസം ശ്രമിക്ക്. ഉറപ്പല്ലേക്കാ? ഉറപ്പാണ്. തരാ. എന്താ പറച്ചോനെ, സഹായിക്കണ ആൾക്കാരും കൂടി വെറുപ്പിക്കണ രീതിയിൽ കായല്ലോ. ഒരാൾക്ക് നയാ പൈസ ഞാൻ കൊടുക്കാനില്ലാത്താണ്. അന്നെ കണ്ട അയവക്കത്തുള്ള കുട്ടികളെ കൊണ്ടുവരെ പറയിപ്പിക്കാൻ വേണ്ടിയിട്ടൊരു ജീവൻ അങ്ങനെ ഇട്ടേക്കാണ്. അടച്ച ഓരോരുത്തർക്കും ഓരോന്ന് വിധിച്ചിട്ടുണ്ട്. ആരാ അത്? പടച്ചോനെ, മോഹനാണല്ലോ. മൊയ്തോ മോഹനം വരുന്നിട്ടാ മെഡിക്കൽ ഷോപ്പിലെ. ഇപ്പൊ ഓൻ്റെ അടുത്ത് എന്തെന്നാ പറയുന്നത് പടച്ചോനെ? ഞാൻ എന്തൊരു ഇടങ്ങറ. ഇന്നിപ്പോ വരിയായിട്ട് കടത്തിന്റെ ആൾക്കാർ വരികയാണല്ലോ. മോഹനാ, എന്താ വിശേഷമൊക്കെ? വിശേഷം. ഞാൻ പന്നെ കാണുന്ന വെച്ചിട്ട് അങ്ങോട്ട് വരാൻ വേണ്ടി ഇരിക്കായിരുന്നേ. സംഗതി എന്താ വെച്ചാല് ഇപ്പൊ ആ പെൻഷൻ കായ് കിട്ടിയിട്ടില്ല കുട്ടി. എന്തൊരു ഇടങ്ങറാച്ചണ്ട. അതിപ്പോ എന്താ ഈ മൻസൂറ എന്താ എൻ്റെ മറ്റേ മഹസറ എന്താ പറയുന്നത്? ഹേയ്, അതിൻ്റെ പേരും കിട്ടണില്ല. മസ്റ്ററിങ് അങ്ങനെ എന്താ പറഞ്ഞിട്ടൊരു ഇത്. അത് കഴിഞ്ഞാലാണ് ഇത്ര ഇപ്പൊ ആ കായിട്ട. അപ്പൊ ഇതൊന്ന് ആലോചിച്ച് നോക്ക്. എനിക്കിപ്പോ നിങ്ങളെ ഇടങ്ങറൊക്കെ എനിക്കറിയാം. പക്ഷെ ഞാനിപ്പോ വാടകയ്ക്കൊരു മുറിയെടുത്ത് കണ്ടപ്പോ കച്ചവടം നടത്തണം. എനിക്ക് വാടക കൊടുക്കണം, പണിക്കാർക്ക് കൂലി കൊടുക്കണം, സ്റ്റോക്ക് ഇറക്കണം. എനിക്കിപ്പോൾ നാളെ സ്റ്റോക്ക് ഇറക്കാൻ പോകണം. ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് വരാൻ മനസ്സിലായിട്ട് വന്നതല്ല. സ്റ്റോക്ക് എടുക്കുമ്പോൾ അവർക്ക് പൈസ എടുക്കണ്ടേ? എനിക്ക് അറിയാലോ മോഹന, പൊന്നാര മോഹന, ഇന്നെ വരെ ഇടങ്ങറാക്കിയിട്ടില്ല. എപ്പോഴാ കൂലിയാ ചോദിക്കണേ? ചപ്പെടുത്ത് തരണ ആളാ ഇജ്ജ്. ഇങ്ങോട്ട് വായോ, ഇങ്ങോട്ട് വാ, ഞാൻ പറഞ്ഞുതരാം എനിക്ക്. അതേ ഇതണ്ട ഈ തറവാട്. ഈ തറവാട് എനിക്കും മൊയ്തൂനും ഒക്കെ അവകാശപ്പെട്ട തറവാടാ. അത് കേൾക്കണ്ടായി? ഞങ്ങൾക്ക് 2 ആൾക്ക് അവകാശപ്പെട്ടു. മോൻ്റെ വീട് എന്നുള്ള നിലക്ക് അങ്ങോട്ട് മാറിയെന്നല്ലോ. നമ്മുടെ കരുത്തേക്കണ്ട എന്താ വെച്ചാൽ ഈ പറമ്പിലുള്ള പട്ടയും നാളികേരവും കായൊക്കെ ഉണ്ടെങ്കിൽ വിറ്റിട്ട് ഞാൻ കഴിഞ്ഞു കൂടിക്കോട്ടെ വെച്ചിട്ടക്ക് 2 പെമ്മക്കളായിരുന്നു. അറിയാലോ എനിക്ക്. അവർ കല്യാണം കഴിച്ചു പോയി. വലിയ ഗതിയൊന്നുമില്ല, എന്നാലും ഇടങ്ങറില്ല. പിന്നെ അവർ ഇടങ്ങറാക്കണില്ല. പിന്നെ വല്ലപ്പോഴും വന്ന് അവറ്റ ആ കുട്ടികളൊക്കെ വല്ല ചില്ലറ തരുന്നതും ഈ പെൻസങ്കായും ഈ വീണ് കിട്ടുന്ന നാളികേരം കൊണ്ടൊക്കെയാണ് മാനെ ഞാൻ ഇവിടെ കഴിഞ്ഞു പോകുന്നത്. 10 പൈസക്ക് കോയക്കാക്ക് വേറെ വാങ്ങല്ല. അതുകൊണ്ട് ഇച്ചിന്നെ സഹായിക്കണമെന്നല്ലാട്ടോ പറയണേ. ഞാൻ ആ കായ് തരും. നിങ്ങളെ പറ്റുന്നുണ്ടെങ്കിൽ എവിടുന്നേലും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ടേ തരാൻ പറ്റുമെങ്കിൽ.
ഒന്ന് നോക്കി നിങ്ങൾക്ക് പെൻഷൻ കിട്ടുമ്പോൾ കോയൊക്കെ ഞാൻ ഇപ്പൊ തൊടി ഇളക്കാൻ നിൽക്കില്ല. എനിക്ക് പോയിട്ട് ഒരുപാട് പണിയുണ്ട്. ആയിക്കോട്ടെ, എന്റെ കൂടെ നടന്ന സമയം കളയണ്ട. നമ്മളെ മറക്കാന്നായി. എന്തായാലും തരും കേട്ടോ. ആയിക്കോട്ടെ മോനെ, ആയിക്കോട്ടെ. നിങ്ങളെപ്പോ ഉള്ളവരുടെ സഹായം കൊണ്ടാണ് പൊന്നാര പോലെ ഞാൻ ഈ ഭൂമിയിൽ തന്നെ നിൽക്കണേ. പടച്ചൊന്നെ കൊണ്ട് എന്താ ഉദ്ദേശിച്ചേക്കണെന്ന് എനിക്കൊരു പിടുത്തവും കിട്ടണില്ല. അവസാനം ഇപ്പൊ ബന്റെ തന്നെ വല്ല കൂലിയും മേടിച്ചിട്ട് മയ്യത്താവുന്നവരെന്നൊക്കെ തോന്നണേ.